വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള, കണ്ണൂർ എന്നീ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്ന മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലേക്ക് എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ നിലവിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും, അതായത് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലോട്ട് വിദ്യാർത്ഥികളുടെ ഡിഗ്രി പരീക്ഷയിൽ ലഭിച്ച മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോർമൽ അഡ്മിഷൻ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനി വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ഡേറ്റ്, അതുപോലെ എഡിറ്റ് ഓപ്ഷൻസ്, അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ്. അപ്പോൾ നമുക്ക് നിലവിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളും അതേപോലെ ഇനിയും PG അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്കുള്ള അവസരം കൂടിയാണ് നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സംബന്ധമായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഡ്മിഷൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾ നിലവിൽ അപേക്ഷ കൊടുക്കാനുള്ള അവസാന ഡേറ്റ് 19/6/2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും കൃത്യമായിട്ടുള്ള ഡേറ്റ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും ട്രയൽ അലോട്ട്മെൻറ്റ് നിലവിൽ 23/6/2025 പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് 24, 25 തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെ ജസ്റ്റ് ഒരു സാധ്യതാ ലിസ്റ്റാണ്. ഈ ഒരു സാധ്യതാ ലിസ്റ്റ് നോക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ ഈ പറയുന്ന കോളേജ് ഓപ്ഷൻസ് നിങ്ങൾക്ക് മാറ്റുവാനും ഡിലീറ്റ് ചെയ്യാനും അറേഞ്ച്മെൻറ്റ് ചെയ്യുവാനും സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നാൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ സമയത്തും അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വിദ്യാർത്ഥികൾക്ക് കൊണ്ട് പരമാവധി നമ്മുടെ ചാനൽ ത്രൂ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 24/6/2025 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഈ പറയുന്ന ഷെഡ്യൂൾ പ്രകാരം 28/6/2025 പ്രസിദ്ധീകരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 4/7/2025. അപ്പോൾ എന്തായാലും ഓരോ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ജൂലൈ 10 തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG കോഴ്സുകളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കൂടി കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ജസ്റ്റ് admission.uoc.ac. എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ PG കേപ്പ് വഴി അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക്, അതായത് ആവശ്യമായിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും. ഇനി എഡിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഫൈനൽ പ്രിൻ്റ് കൂടി നിങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കുക, 19/6/2025 വരെ നിലവിൽ അപേക്ഷ കൊടുക്കാം. രണ്ടാമതായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡേറ്റ്സ് നോക്കാം. അതായത് നിലവിൽ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷൻ 20/6/2025 വരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് PG അഡ്മിഷൻ്റെ ഷെഡ്യൂൾ കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് 21/6/2025 അതോടൊപ്പം തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് 23/6/2025 വരെ ലഭിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 24/6/2025 പ്രസിദ്ധീകരിക്കുക. അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതേപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓരോ അലോട്ട്മെൻറ്റ് സമയത്തും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചാനൽ ത്രൂ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അഡ്മിഷൻ നഷ്ടമാവാതിരിക്കാൻ ഓരോ അലോട്ട്മെൻറ്റ് സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വിദ്യാർത്ഥി മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഓരോന്നും അതത് ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കേരള യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കുക 20/6/2025. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇനിയും PG അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.keralauniversity.ac. എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് PG അഡ്മിഷൻ ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് പരിശോധിക്കുവാനും സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് കോളേജിലുള്ള അപേക്ഷ നിലവിൽ ജൂൺ 19 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ പല യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ തീയതി 10 തീയതി വരെ ആയിരുന്നു. എന്നാൽ ഓരോ യൂണിവേഴ്സിറ്റിയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂൺ 19 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇനിയും PG അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള
admission.kannur.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന വിദ്യാർത്ഥികൾ PG ലിങ്ക് വഴി നിങ്ങൾക്കിവിടെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ 19/6/2025 വരെയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ ജസ്റ്റ് വന്ന് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള വിദ്യാർത്ഥി രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡേറ്റ് ശ്രദ്ധിക്കുക, ജൂൺ 19 തീയതി വരെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അടുത്ത അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്നുള്ള അപ്ഡേറ്റ്സ് വന്ന ഉടൻ വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നാലാമത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുള്ള MG യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സ് കൂടി നോക്കാം. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ 15-ാം തീയതി വരെ, ജൂൺ 15-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഒന്നാം ഘട്ടം, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് 19/6/2025 യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കാം. അപ്പോൾ 15-ാം തീയതി വരെ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ളവർ കൊടുക്കുക. അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 25/6/2025 സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 1, തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 5, അതുപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ 8. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ മാസം 17 വരെ, അതേപോലെ ചില യൂണിവേഴ്സിറ്റി 18, ചില യൂണിവേഴ്സിറ്റി 19, 21 ഈ രീതിയിൽ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ട്രയൽ അലോട്ട്മെൻറ്റും 25-ാം തീയതിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കും. ഏകദേശം ജൂൺ ലാസ്റ്റോടുകൂടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതേപോലെ അഡ്മിഷൻ പ്രൊസീജിയർ, അത് വിദ്യാർത്ഥി നേരിട്ട് പോയിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട പ്രൊസീജിയർ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടങ്ങളിലും അപ്ഡേറ്റ്സ് വളരെ കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻ പ്രൊസീജിയറുമായി നിങ്ങൾ നീങ്ങുക. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും പരമാവധി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ത്രൂ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ജിസ്മി സവാദ് അരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.